ഹേയ്, വെൽക്കം ബാക്ക്. ഇന്ന് ഏതലിൻ്റെ ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ ടേബിൾ എന്ന് പറയുന്നത് അടിയിൽ ഞാൻ 2 സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വുഡിൻ്റെ പീസ് വെച്ചതാണ്. ഈ അടിയിലത്തെ ബോക്സ് ഞാനൊരു ടവൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് മുന്നേ എഴുതി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ടേബിൾ കാണുമ്പോൾ എഴുതിക്ക് ആഗ്രഹമാണ് എനിക്കും ഇതുപോലെ തന്നെ വേണമെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ അന്ന് ചെയ്തു വെച്ചതാണ്. ഇന്ന് ഒന്നുകൂടി മേക്ക് ഓവർ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ചെയ്ത വീഡിയോ എൻ്റെ അടുത്തില്ല, അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഈ ഒരു യെല്ലോ കളർ എന്ന് പറയുന്നത് യെല്ലോ കളർ പേപ്പറാണ്. അതിൻ്റെ ലാസ്റ്റത്തെ ആ പോർഷൻ ഞാനൊരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്ത് അവിടെ ഒട്ടിച്ചു. പിന്നെ അതിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തു. പിന്നെ ഇതിലുള്ള ഈ ബട്ടർഫ്ലൈ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്, അതും ഞാൻ ഒട്ടിച്ചെടുത്തു. പിന്നെ ഈ നോട്ട്സ് പോലെയുള്ളത് ഞാൻ യെല്ലോ കളർ പേപ്പറിലേക്ക് ഡിസൈൻ വരച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഓരോരോ ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിച്ചെടുത്തതാണിത്. നെക്സ്റ്റ് നമുക്ക് ഈ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനിടയിൽ ഒരു കൈ വരുന്നതുണ്ട്, ഇതാണ് എഴുതി ഞാൻ നേരത്തെ ആക്കുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് ടേബിളിലുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഓർഗനൈസർ ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഓർഗനൈസറിൻ്റെ താഴത്തെ പോർഷനിൽ ഞാൻ പ്ലഗ് എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏതിലിൻ്റെ ബുക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു പെൻസിൽ ഹോൾഡർ ചെയ്തെടുക്കാം. ഇത് മുമ്പ് ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലത്തെ ക്ലോത്ത് ഞാൻ മാറ്റിയെടുത്തു. അപ്പോൾ ഇതൊരു യോഗട്ടിൻ്റെ കണ്ടെയ്നറാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പേപ്പർ പ്ലാസ്റ്റർ ഇല്ലേ, ആ പ്ലാസ്റ്റർ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഒരു പഴയ ക്ലോത്ത് ഉണ്ട്, അതിൻ്റെ ഈ കൈയിൻ്റെ പോർഷനിലേക്ക് ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബൗ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പേ ചെയ്തു വെച്ചൊരു ബൗ ആണ്. ഞാൻ കുറച്ചധികം ബൗ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ബൗവിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ പെൻസിൽ ഇട്ട് കൊടുത്ത് ഇതിവിടെ വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിത് മുമ്പ് ചെയ്ത് കൊടുത്തതായിരുന്നു, ഇത് കുറച്ച് കളറൊക്കെ ഡിമ്മായിട്ടുണ്ട്. പിന്നെ ഇവള് വെള്ളമൊക്കെ കൊള്ളിച്ചിട്ട് ഇതിൻ്റെ അടി പോർഷനിലൊക്കെ ഇതിൻ്റെ ഡിസൈനൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതും പാലിൻ്റെ ടിന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിലേക്ക്, എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഏരിയയിലേക്ക് പെൻസിൽ ഹോൾഡറായിട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ സിംഗിളായിട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ഞാൻ 4 ഇങ്ങനെ ഒന്നിച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ഇവൾക്ക് സിംഗിളായിട്ട് 2 ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളറും ഒരു പിങ്ക് കളറായിട്ട്. അപ്പോൾ ഈ ഡിസൈനിലേക്ക് വെള്ളം വന്നത് ഞാൻ അതേ ഡിസൈനിലേക്ക് ആക്കിയിട്ട് ഒരു വെള്ളത്തിൻ്റെ ഡിസൈൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് താഴെ പോർഷനിലേക്ക്. പിന്നെ ഞാൻ ഇതിലൊക്കെ ചെയ്യുന്നത് ഈ കളർ ഡിമ്മായതുകൊണ്ട് ഈ ബൗ ഒന്നുകൂടി ഇതിനോട് വരച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലൊട്ടിച്ച് ഈ സ്റ്റിക്കർ ഒന്ന് അട്രാക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ബ്ലൂ ചെയ്ത പോലെ തന്നെ ചെയ്തതാണ് ഈ പിങ്കും. ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് ഒന്നുകൂടി വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഈ സൈഡിലേക്കും ഞാനൊരു മാർക്കർ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതും ഞാൻ മുമ്പ് ചെയ്തതാണ്. ഒരു തെർമോക്കോൾ ഗ്ലാസ്സിലേക്ക് ഒരു ബൗ വരച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്തെടുത്ത വാഷി ടേപ്പ് മുകളിലും താഴേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതൊരു ബ്ലൂ പേപ്പറിലേക്ക് പിങ്ക് മാർക്കർ വെച്ചിട്ട് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുത്തതാണ് ഈ വാഷി ടേപ്പ്. മിഡിലേക്ക് ഒരു ബൗ കൂടി വരച്ചു കൊടുത്തതാണ്. ഈ ബൗവിന് മുകളിലേക്ക് ഒന്നുകൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാനൊരു വാഷി ടേപ്പ് ഹോൾഡർ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും വാഷി ടേപ്പ് ഹോൾഡറല്ല, ഏഞ്ചലിൻ്റെ ഒരു ടോയ് ആണ്. ഈ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ നമ്മൾ ആർത്തിടാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാവാറില്ലേ, അതിൻ്റെ ഒരു ടോയ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വാഷി ടേപ്പ് ഇട്ട് കൊടുത്തതാണ്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ബാസ്കിൻ റോബിൻ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏഞ്ചലിൻ്റെ ഒരു ഓൾഡ് ടീഷർട്ടിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ഞാൻ.
അപ്പോൾ ഈ ക്ലോത്ത് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള പീസ് ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി പോർഷൻ നിങ്ങൾക്ക് നീറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ സർക്കിളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഈ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ കറക്റ്റ് നീറ്റായിട്ട് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ ഒരു ബൗ കൂടി ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കുഞ്ഞ് ടേബിളാണ്. ഇതും ഈ ടോയിൻ്റെ ബാക്കിയാണ്. അയൺ ചെയ്യുന്ന ടേബിളില്ല, അതാണ് ഇത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെയ്തൊരു ക്യാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇത് ഈ ഒരു ഓർഗനൈസർ ഞാൻ ചെയ്തതാണ്. ഇത് 4 ബോക്സിൻ്റെ 4 സൈഡിലേക്കും ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഈ കാണുന്ന പോർഷനിലേക്ക് മാത്രമേ ഞാൻ അത്ര നീറ്റാക്കി എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ പോർഷനിലേക്കും കവർ ചെയ്തിട്ടില്ല. ഈ ഫ്രണ്ട് കാണുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ ക്യൂട്ടാക്കി എടുത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് മിൽക്കിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്, കാല് പോലെ ആക്കിയിട്ട്. അങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കോർണറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഈ സ്റ്റോറേജ് റാക്കിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതൊരു ചോക്ലേറ്റ് ഉണ്ടായ കണ്ടെയ്നറാണ്. ഇതിലേക്കൊരു ടെഡ്ഡി ബിയറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇതിലേക്ക് ഇരുന്ന ഈ ചോക്കില്ലേ അത് ഇട്ട് കൊടുത്തതാണ് ഇതിലേക്ക്. ഇതിൻ്റെ കവർ ഞാൻ ചെയ്തെടുത്തതാണ്. ഇതൊരു നോട്ട് പാഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കവർ ഞാനൊന്ന് ക്യൂട്ടാക്കി എടുത്തതാണ്. ഇപ്പം അതിൻ്റെ മുകളിലേക്ക് എഴുതി ഫുള്ള് വരച്ചിട്ട് കൊളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഒരു നോട്ട്സ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ഒട്ടിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ചെയ്തെടുത്തതാണ് ഇതും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഈ ടേബിൾ ലാമ്പ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത് ഒരു ABCD പിക്ചറും ലെറ്റേഴ്സും ഒക്കെ വരുന്നതെന്ന് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കളർ ചെയ്തതാണ്. അപ്പോൾ ഞാനിത് ഓരോന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഈ വാളിലേക്ക് A to Z വരെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇന്നത്തെ ഈ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഏതാണ് വേണ്ടതെന്നും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു ഓൾ. Kitty.